റിപ്പോർട്ട് ബ്രേക്കിംഗ്. ഗുരുവായൂർ പട്ടാമ്പി സീറ്റുകൾ മുസ്ലിം ലീഗുമായി വെച്ചുമാറാൻ കോൺഗ്രസിൽ ധാരണ. കളമശ്ശേരി കൊച്ചി സീറ്റുകളും വെച്ചുമാറും. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡുമായി നടത്തിയ നിർണായക ചർച്ചയിലാണ് തീരുമാനം. കളമശ്ശേരിയിൽ മുഹമ്മദ് ഷിയാസ് മത്സരിക്കും. കെ ബാബു ഒഴികെ സിറ്റിംഗ് എംഎൽഎമാർ എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. തൃക്കാക്കരയിൽ ഉമാസ് തോമസ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നും അറിയാൻ കഴിയുന്നു. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ ഇങ്ങനെ സീറ്റ് വെച്ചുമാറുമെന്ന് അറിഞ്ഞിരുന്നു. ഇതിപ്പോൾ ഹൈക്കമാൻഡ് അതിന് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണല്ലേ? കളമശ്ശേരിയിൽ മുഹമ്മദ് ഷിയാസ് ആണെന്ന് ഉറപ്പിക്കുകയാണല്ലേ? മാത്രമല്ല ഈ കെ ബാബു ഒഴികെ സിറ്റിംഗ് എംഎൽഎമാർ എല്ലാവരും മത്സരിക്കും. തൃക്കാക്കരയിൽ ഉമാ തോമസ് തന്നെ. വിശദാംശങ്ങൾ എന്താണ്? റോഷ്നി, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചയാണ് ദില്ലിയിൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായി ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ നേതാക്കൾ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല, കെപിസിസി അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, ഒപ്പം കെ.സി. വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ദീപദാസ് മുൻഷി അടക്കം പങ്കെടുക്കുകയും ചെയ്താണ്. നിർണായകമായ തീരുമാനങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് സീറ്റുകൾ, പ്രത്യേകിച്ച് ഗുരുവായൂർ പട്ടാമ്പി സീറ്റും അതോടൊപ്പം തന്നെ കളമശ്ശേരി കൊച്ചി സീറ്റും ലീഗുമായി വെച്ചുമാറാനുള്ള ധാരണ എന്താണെങ്കിലും ആയിട്ടുണ്ട്. അതിന് ഹൈക്കമാൻഡ് അംഗീകാരം ഉണ്ട്. പ്രധാനമായും അത്തരത്തിൽ തീരുമാനം വരുമ്പോൾ കളമശ്ശേരിയിൽ മുഹമ്മദ് ഷിയാസ്, എറണാകുളം ഡിസിസി അധ്യക്ഷനാണ്, അദ്ദേഹം മത്സരിക്കും. അതോടൊപ്പം തന്നെ ഗുരുവായൂരിൽ ടി.എൻ. പ്രതാപൻ മത്സരിക്കും എന്നാണ് ഇപ്പോൾ വിവരം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ കോൺഗ്രസ് സംബന്ധിച്ച് കെ ബാബു ഒഴികെ ഉള്ള എല്ലാ സിറ്റിംഗ് എംഎൽഎമാരും, രാഹുൽ മാങ്കൂട്ടത്തെ ഓൾറെഡി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. മറ്റ് സിറ്റിംഗ് എംഎൽഎമാരല്ല, എല്ലാവരും കെ ബാബു ഒഴികെ എല്ലാവരും മത്സരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരും അതോടൊപ്പം ഉമാ തോമസ് തൃക്കാക്കരയിൽ മത്സരിക്കും എന്നും ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. പ്രധാനമായും കോൺഗ്രസ് ഇത്തരത്തിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഫെബ്രുവരി ആദ്യ ആഴ്ച വരെ പുറത്തേക്കുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംവരണ സീറ്റുകൾ അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് നിലവിലത്തെ സിറ്റിംഗ് എംഎൽഎമാരെയും ഒപ്പം സംവരണ സീറ്റുകളും പ്രഖ്യാപിച്ചുകൊണ്ട് അതിവേഗം പ്രചരണത്തിലേക്ക് കടക്കാനുള്ള നീക്കം കോൺഗ്രസ് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഇത്തരത്തിൽ തീരുമാനങ്ങൾ വരുമ്പോൾ പ്രധാനമായും ഈ തൃപ്പൂണിത്തുറയുടെയും പാലക്കാടിന്റെയും കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടിവരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് കെ ബാബു ഇനി മത്സരിക്കാൻ ഇല്ല എന്ന് കൃത്യമായി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് സാഹചര്യം നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയ പ്രതിസന്ധി വലിയ തരത്തിൽ തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിലെ സാഹചര്യം കൃത്യമായി ചർച്ച ചെയ്ത ശേഷം മാത്രമായിരിക്കും അവിടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ, സച്ചിൻ പൈലറ്റിനെ പോലെ മുതിർന്ന നിരീക്ഷകർ അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പ്രവർത്തക സമിതി അംഗങ്ങൾ അടക്കമുള്ളവർ പങ്കെടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിലുണ്ടായ മഹാപഞ്ചായത്തിലുണ്ടായ അവഗണനയ്ക്കുണ്ടായ ശശി തരൂർ എന്താണെങ്കിലും ഇന്നത്തെ ഈ യോഗത്തിലേക്ക് എത്തിയിട്ടില്ല, ഈ കൂടിക്കാഴ്ചയിലേക്ക് എത്തിയിട്ടില്ല എന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡ് വിളിച്ച ആദ്യ നിർണായക യോഗമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. യോഗം അല്പസമയത്തിനകം തന്നെ അവസാനിക്കുന്നതാണ്. നേതാക്കൾ അതിനുശേഷം മാധ്യമങ്ങളെ കാണുമോ എന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിർണായകമായ തീരുമാനം എന്ന് പറയുന്നത് ഈ ഗുരുവായൂർ അതോടൊപ്പം തന്നെ പട്ടാമ്പി സീറ്റുകൾ വെച്ചുമാറുന്നു, ഒപ്പം കളമശ്ശേരി കൊച്ചി സീറ്റുകൾ വെച്ചുമാറുന്നതുമാണ്. ഈ രണ്ട് സീറ്റുകളും കഴിഞ്ഞ തവണ കോൺഗ്രസിന് UDF നഷ്ടമായ സീറ്റുകളാണ്. സ്വാഭാവികമായും ഈ വെച്ചുമാറ്റം മുഹമ്മദ് ഷിയാസ് കളമശ്ശേരിയിലേക്ക് എത്തുമ്പോൾ നല്ലൊരു മത്സരം